ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ്കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു ഉഷാറ് പാൽ പൊറോട്ട ദോശയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വളരെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പാൽ പൊറോട്ടയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് അളവിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 125 ഗ്രാമാണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഒരു ചെറിയ മുട്ട എടുക്കണുള്ളൂ. വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റിയിട്ട് എടുത്താൽ മതിയാകും. ചെറിയ മുട്ടയിൽ ഒരു മുട്ട ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം ചീസാണ്. ഇപ്പം ഞാൻ മുസറല്ലയുടെ ചീസാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ചീസാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. നമുക്കിതുപോലെ തന്നെ കിട്ടും. അപ്പോൾ ചീസ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കാം. ചീസും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ പാലാണ്. നല്ല കട്ടിപ്പാലിൽ 1 കപ്പ് അളവിൽ പാലും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതാ ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതുകൂടിയാണ്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ വലിയ പച്ചമുളകിൽ 1 എടുത്തിട്ടുണ്ട്. തീരെ ചെറിയ പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക്. അപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ്. വറ്റൽമുളക് പൊടിച്ചതാണ്. അപ്പോൾ അതും കൂടി ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരല്പം മല്ലിയില കൂടി. അപ്പം നമ്മളിതിലേക്ക് ചേർക്കുന്ന എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. പിന്നെ നമ്മളിതിലേക്ക് ഇത്ര നേരം ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ഏകദേശം 1 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കട്ടിയായിട്ട് വരാൻ പാടില്ല, അതുപോലെ തന്നെ നല്ല ലൂസായിട്ട് വരാൻ പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു കടായിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഗ്രേവിയൊക്കെ തയ്യാറാക്കി എടുക്കില്ലേ, അതുപോലത്തെ ഒരു കടായിയാണിത്. ഈ ഒരു അളവിലുള്ള കടായി എടുക്കുമ്പോഴത്തേക്കും ആ റൗണ്ട് ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അല്ലാതെ നമ്മൾ പരന്നതിലുള്ള ദോശ തവ ഉണ്ടല്ലോ, ആ ദോശ തവയിൽ നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് ഷേപ്പിൽ വരില്ല. കാരണം ഇത്രയും ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലുള്ള ആ ഒരു ബാറ്റർ ആയതിൻ്റെ പേരിലാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെയുള്ളതാകുമ്പോഴത്തേക്കും ഈസിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വേറെ ഏതെങ്കിലും തവയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഒരു 30 സെക്കൻഡ് കൊണ്ട് തന്നെ നല്ല കറക്റ്റായിട്ട് നമ്മുടെ ഈ പാൽ പൊറോട്ട ദോശ റെഡിയായിട്ട് കിട്ടും. ഒരു സൈഡ് ഒന്ന് വെന്തിട്ട് കിട്ടുമ്പോഴത്തേക്കും പിന്നെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാൽ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു കടായിൽ തന്നെ ചെയ്യണമെന്നില്ല. ഇതുപോലുള്ള ഏത് ഷേപ്പിലുള്ള ഇങ്ങനത്തെ കടായിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഇതിനി കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വെറുതെ വേണമെങ്കിലും കഴിക്കാവുന്നേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു മുട്ട റോസ്റ്റിൻ്റെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.